അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ഉഹുദ് മലയുടെ താഴ്വാരത്താണ് ഇപ്പോൾ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ റുമാത്തിൽ നിർത്തിയ അമ്പെയ്ത്തുകാർ യുദ്ധം അവസാനിച്ചു എന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അപ്രതീക്ഷിതമായി അബൂ സുഫിയാനും സംഘവും വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഘത്തെ ആക്രമിച്ച് അപ്പോൾ അവസാനം ആ യുദ്ധത്തിൻ്റെ പരാജയത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ പിൻവലിയുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും ആ ഉഹദ് യുദ്ധത്തിൽ ഒരുപാട് പരിക്കേൽക്കുകയും ഒരുപാട് സഹാബാക്കൾ മരിക്കുകയൊക്കെ 70ഓളം വരുന്ന സഹാബാക്കൾ മരിക്കുകയൊക്കെ ചെയ്ത അവസാനം അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് യുദ്ധത്തിൽ നിന്നും പിൻവലിഞ്ച് ഉഹദിൻ്റെ ഈ മലയുടെ ഈ മുകളിലേക്ക് ഇവിടെ കാണുന്ന ഈ മലയിടുക്കിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടുവരികയും ഇവിടെ നിന്നും തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിൻ്റെ ചുമലിലേറ്റിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒരു മലയിടുക്കിലേക്ക് നിർത്തുകയും അങ്ങനെ അവസാനം ശത്രുക്കളെല്ലാം പിരിഞ്ഞു പോയി എന്ന് കണ്ട സമയത്ത് പിന്നീട് ആ മലയിടുക്കിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വന്നുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് വെച്ച് അതായത് കുറച്ച് മുന്നോട്ട് പോയ മരത്തിൻ്റെ അപ്പുറത്ത് ആ മരത്തിൻ്റെ ഒക്കെ അടുത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശുശ്രൂഷിക്കുകയും അവിടെ ഫാത്തിമ ബീവിയും ഐഷബിയും ഒക്കെ വന്ന് റസൂലുള്ളാഹി തങ്ങളെ ശുശ്രൂഷിക്കുകയും സഹാബാക്കളെല്ലാവരും ഇവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങളെയും മറ്റുള്ള അപകടം പറ്റിയവരൊക്കെ പരിചരിക്കുകയൊക്കെ ചെയ്ത ഒരു സ്ഥലമാണിത്. ഇവിടെ വെച്ച് അപ്പോഴുള്ള ആ സമയത്തുള്ള നമസ്കാരങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ വെച്ച് ഇരുന്ന് കൊണ്ട് നമസ്കരിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അങ്ങനെ നമസ്കരിച്ച ആ സമയത്ത് അവർ നമസ്കരിച്ച ഒരു പള്ളിയാണിത്. മസ്ജിദുൽ ഫസഹ് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഇപ്പോൾ ഇത് റിനോവേഷൻ വർക്കിന് വേണ്ടി ഇവിടെയൊക്കെ ഗ്രില്ലിട്ട് അടച്ചിട്ടുണ്ട്. ആ പള്ളി വളരെ ഭംഗിയാക്കി നിലനിർത്താനുള്ള പ്ലാന് സൗദി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമാണ്. ഏതായാലും വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ് കാണാൻ വരുന്നവർക്ക് വളരെ ഭംഗിയായി കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതിൻ്റെ മുന്നിൽ അപ്പുറത്ത് മറ്റൊരു ഗുഹയും കൂടിയുണ്ട്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ കാണുന്ന ഗുഹ വല്ലാത്തൊരു സ്മെല്ലുള്ള ഗുഹയുമാണ്. അതിൻ്റെ ചരിത്രം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല. ഏതായാലും ആൾക്കാരെല്ലാവരും ആ ഒരു ഗുഹയിലും കയറി ഇറങ്ങുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ചരിത്രത്തിൻ്റെ പിൻബലം എങ്ങനെയാണ് അതിനെ വ്യക്തമായി എനിക്കറിയില്ല. ഏതായാലും വളരെ മനോഹരമായൊരു ഗുഹയാണ് ഇതും. ഏതായാലും ഈ ഒരു മലഞ്ചെരുവിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും യുദ്ധത്തിൽ നിന്നും ഉഹദ് യുദ്ധത്തിൽ നിന്ന് ആ യുദ്ധമുഖത്തിൽ നിന്ന് പിൻവലിഞ്ഞുകൊണ്ട് അവർ ഒരു സുരക്ഷിത ഇടം തേടി എത്തിയിരുന്ന സ്ഥലം ഇതായിരുന്നു. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.